ഗുഡ് ഈവനിങ്. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ബികോം തേർഡ് ഇയർ, അതായത് നമ്മുടെ തേർഡ് ഇയറിലെ സിലബസ് ഡീകോഡിംഗ് അഥവാ സിലബസ് ബ്രേക്ക് ഡൗൺ ആണ്. നമ്മുടെ തേർഡ് ഇയറിലെ ഓരോ കോഴ്സസും ഓരോ സബ്ജക്ട്സും ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇനി തേർഡ് ഇയറിലേക്ക് പഠിക്കാനായിട്ടുള്ളത് എന്നുള്ളത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന് നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു സെഷനിൽ നമ്മോടൊപ്പം എൻ്റെ പേര് ദുർഗ എന്നാണ്. ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മെന്റർ ആണ്. എന്നോടൊപ്പം തന്നെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ BCA ഡിപ്പാർട്ട്മെന്റിലെ അർച്ചന മാമും, അതുപോലെ തന്നെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ സ്നേഹ മാമും, അതുപോലെ തന്നെ നമ്മുടെ ഫാത്തിമ മാമും നിങ്ങളുടെ കൂടെ ജോയിൻ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സെഷനിൽ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ തേർഡ് ഇയറിലെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളതും അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കോഴ്സസിലും നമ്മൾ എത്ര ബ്ലോക്സ് ആണ് കവർ ചെയ്യുന്നത്, ഓരോ ബ്ലോക്സിലും നമുക്ക് എത്ര യൂണിറ്റ്സ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും, അതിനായിട്ട് ആ ഒരു സിലബസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഓരോ സബ്ജക്ട്സും കവർ ചെയ്യുന്നതിനായിട്ട് എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് ഈ ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു സിലബസ് ഡീകോഡിംഗ് അഥവാ സിലബസ് ബ്രേക്ക് ഡൗണിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം വൺസ് അഗെയിൻ നിങ്ങളെ ഞാൻ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു സെഷനിലൂടെ നോക്കുന്നത് ഡീകോഡിംഗ് ഓഫ് യുവർ സിലബസ് ആണ്. നമ്മുടെ സിലബസിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആൻഡ് ഓൾസോ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു സിലബസ് കവർ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസും വാല്യൂ ആഡഡ് നോട്ട്സ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഒന്നുകൂടി പറഞ്ഞു തരുന്ന ഒരു കാര്യങ്ങളും കൂടിയാണ് ഈ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് ഓവർവ്യൂ ആണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സിലബസിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തവരായിരിക്കും. അങ്ങനെ നിങ്ങൾ തേർഡ് ഇയറിലേക്ക് എത്തിയല്ലേ. അപ്പൊ ആ തേർഡ് ഇയറിൽ നമുക്ക് 2 സെമസ്റ്റർ ആണ് നമുക്ക് വരുന്നത്. നമുക്കറിയാം ഇയർലി ആണ് നമ്മുടെ എക്സാംസ് നമുക്ക് വരുന്നതെങ്കിലും സെമസ്റ്റർ വൈസ് ആണ് നമ്മുടെ സബ്ജക്ട്സ് ഉള്ളത്. അപ്പൊ നമുക്ക് ഒരു സെമസ്റ്ററിൽ 4 സബ്ജക്ട് വീതം 1 ഇയറിലേക്ക് 8 സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. 5th ആൻഡ് 6th സെമസ്റ്റർ ആണ് നമുക്ക് ഈ ഒരു തേർഡ് ഇയറിൽ നമ്മൾ പഠിക്കാനായിട്ട് നമുക്ക് വരുന്നത്. അപ്പം 5th സെമസ്റ്ററിൽ നമുക്ക് വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് BCOE 141, അതുപോലെ തന്നെ എന്റർപ്രണർഷിപ്പ് BCOS 185 ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് BCOG 171, ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് BCOE 143. ഇത്രയും സബ്ജക്ട്സുകളാണ് നമ്മുടെ 5th സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ടോട്ടൽ ക്രെഡിറ്റ്സ് വരുന്നത് 22 ക്രെഡിറ്റ്സ് ആണ്. ഇനി 6th സെമസ്റ്ററിലേക്ക് നോക്കുന്ന സമയത്ത് അഗെയിൻ 4 സബ്ജക്ട്സ് അല്ലെങ്കിൽ 4 കോഴ്സസ് തന്നെയാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് BCOE 142, ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് BCOE 144, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് BCOS 186, ഇന്ത്യൻ എക്കോണമി BCOG 172. ഇത്രയും സബ്ജക്ട്സ് ആണ് നമ്മുടെ 6th സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഇതും 22 ക്രെഡിറ്റ്സിന് തന്നെയാണ് നമുക്ക് വാല്യൂഷൻ വരുന്നത്. അപ്പൊ നമുക്കിനി ഓരോ സബ്ജക്ട്സും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന കോഴ്സ് BCOE 141 പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. ഇതിൽ നമുക്ക് ബ്ലോക്ക് 1ലെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്, ബ്ലോക്ക് 1ലേക്ക് നോക്കുന്ന സമയത്ത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗിന്റെ ബേസിക് കൺസെപ്റ്റ്സിനെ കുറിച്ച് പറയുന്ന ഒരു ബ്ലോക്ക് ആണ് ഇതിലെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൽ യൂണിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗിന്റെ നേച്ചർ ആൻഡ് സ്കോപ്പ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്താണ്, എങ്ങനെ നമ്മൾ ഒരു മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യുന്നു, അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും, കൺസ്യൂമർ കിങ് ഓഫ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത് കൺസ്യൂമർ തന്നെയാണ്. അപ്പം അത് റിലേറ്റ് ചെയ്ത് വരുന്ന ബിഹേവിയർ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് നമ്മുടെ ബ്ലോക്ക് 1ൽ വരുന്നത്. ബ്ലോക്ക് 2ലേക്ക് നോക്കുന്ന സമയത്ത് പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് 2ല് പഠിക്കാനായിട്ട് വരുന്നത്. പ്രൊഡക്റ്റ് കൺസെപ്റ്റ് എന്താണ്, പ്രൊഡക്റ്റ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, അതിന്റെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, അതായത് ഡിഫറെന്റ് സ്റ്റേജസ് നമ്മൾ വരുന്നുണ്ട്. റിസഷൻ, ബൂം, ഗ്രോത്ത്, അങ്ങനെ പല സ്റ്റേജസ് ആയിട്ട് വരുന്നുണ്ട് ഒരു പ്രൊഡക്റ്റിന്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു യൂണിറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ബ്രാൻഡിങ് ആൻഡ് പാക്കേജിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും ഈ ഒരു ബ്ലോക്ക് 2ല് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ബ്ലോക്ക് 3 പ്രൈസിംഗ് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അതായത് എങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റിന് പ്രൈസിംഗ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് റിലേറ്റ് ചെയ്ത് വരുന്ന ഒബ്ജക്റ്റീവ്സ്, പ്രൈസിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡ്സിലൂടെയാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റിന് പ്രൈസിംഗ് ഫിക്സ് ചെയ്യുന്നത്, അതിന്റെ ഡിസ്കൗണ്ട്സ് അല്ലെങ്കിൽ അലവൻസ്, ആ ഒരു പ്രൈസിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് 3ല്
നമുക്ക് നോക്കാനായിട്ട് വരുന്നത്. ഇനി ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നത് എന്നതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന യൂണിറ്റ്സ് ആണ് നമ്മുടെ ബ്ലോക്ക് 4. യൂണിറ്റ് 11 മുതൽ യൂണിറ്റ് 13 വരെ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് രണ്ട് പാർട്ടായിട്ട് നമുക്ക് രണ്ട് യൂണിറ്റ്സുകളായിട്ട് പഠിക്കാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് യൂണിറ്റ് 13ൽ നമ്മൾ നോക്കുന്നത്. ഇനി 5th ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനായിട്ട് വരുന്നത്. പ്രൊമോഷൻ മിക്സ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുന്ന അഡ്വർടൈസിങ് അല്ലെങ്കിൽ അതിന്റെ പബ്ലിസിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ മെത്തേഡ്സും പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 16ൽ നമ്മൾ ഈ ബ്ലോക്ക് 5ൽ പഠിക്കാനായിട്ട് വരുന്നത്. ഇനി ബ്ലോക്ക് 6ലേക്ക് നോക്കുന്ന സമയത്ത് സർവീസ് മാർക്കറ്റിംഗ് ആൻഡ് എമർജിംഗ് ഇഷ്യൂസ് ആണ്. അതായത് മാർക്കറ്റിംഗിൽ വരുന്ന സർവീസസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും അതിൽ എന്തെല്ലാം ഇഷ്യൂസ് എമേർജ് ചെയ്ത് വരുന്നുണ്ട്, അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് 6ൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതിൽ യൂണിറ്റ് 17 മുതൽ 20 വരെയാണ് ബ്ലോക്ക് 6 വരുന്നത്. അതിൽ സർവീസ് മാർക്കറ്റിംഗ് എന്താണ്, റൂറൽ മാർക്കറ്റിംഗ് എന്താണ്, എമർജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ്, അതായത് മാർക്കറ്റിംഗിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഏതൊക്കെയാണെന്നുള്ളത് രണ്ട് പാർട്ടായിട്ട് നമുക്ക് രണ്ട് യൂണിറ്റുകളായിട്ട് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് അഥവാ നെക്സ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് BCOE 142 മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് അതായത് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററുകളിലൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഏകദേശം റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ എന്താണ് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് 4 യൂണിറ്റുകളാണ് നമുക്ക് ഇതിൽ വരുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ബേസിക് ടെക്നിക്സ് ആണ് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൽ 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് യൂണിറ്റ് 2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 3. അതുപോലെ അതിന്റെ ടെക്നിക്സ് ഡിസ്കസ് ചെയ്യുന്നതാണ് യൂണിറ്റ് 4. ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 1ൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ആണ്. അതായത് എന്താണ് ബഡ്ജറ്റ് എന്നുള്ളതും എങ്ങനെ നമ്മൾ ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സിലൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ അതിനായിട്ട് ഒരു സർട്ടൺ എന്താണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ബഡ്ജറ്ററി കൺട്രോൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്, ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ് ആണ്. ഈ പറയുന്ന ബഡ്ജറ്റിങ്ങിനെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബഡ്ജറ്റിംഗിന്റെ ബാലൻസ് ആയിട്ട് വരുന്ന കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒരു പോർഷൻ ആണ് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും വേരിയൻസ് അനാലിസിസും. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണെന്നുള്ളതും മെറ്റീരിയൽ വേരിയൻസ്, അതായത് പല നമ്മൾ ഒരു പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന പല റോ മെറ്റീരിയൽസും വരുന്നുണ്ടല്ലോ, മെറ്റീരിയൽസ്, ലേബർ, ഓവർ ഹെഡ്സ്, ഇതിന്റെ എല്ലാം വേരിയൻസസ്, അതായത് നമ്മൾ ഫിക്സഡ് ആയിട്ട് സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആക്ച്വലി യൂസ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസസിനെയാണ് വേരിയൻസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് റിലേറ്റ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് അഥവാ ഏതാണ് CVP അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്, അതുപോലെ തന്നെ എന്താണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ കോസ്റ്റും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റിയും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റും തമ്മിലുള്ള അനാലിസിസ് ആണ് നമ്മൾ ആ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ നമ്മളത് നമ്മുടെ പ്രൊഡക്ഷനെ എഫക്ട് ചെയ്യുന്നു, നമ്മുടെ പ്രോഫിറ്റ് എത്രത്തോളം വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഫൈനൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് എത്രത്തോളം നമ്മൾ, അതായത് റെലവന്റ് കോസ്റ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കമ്പനിയുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എഫക്ട് ചെയ്യുന്ന കോസ്റ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു കോസ്റ്റ് നമ്മളെ എഫക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രൈസിംഗ് ഡിസിഷൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്നുള്ള പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്തു പോവുക എന്നുള്ളത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. അതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടംപററി ഇഷ്യൂസ് ഇൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അതായത് ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് 2 യൂണിറ്റ്സുകളായിട്ട് യൂണിറ്റ് 18 ആൻഡ് 19 ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് BCOE 142 മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. നെക്സ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് BCOE 143 ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഇതും ഒരു പ്രോബ്ലം പേപ്പർ തന്നെയാണ്. അപ്പൊ ഇതിൽ നമ്മൾ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളായിരിക്കും. അതായത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ വരുന്ന കാര്യങ്ങളാണ്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ടൈം വാല്യൂ ഓഫ് മണി,
മണിയുടെ ടൈം വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. സോഴ്സ് ഓഫ് ഫിനാൻസസിനെ കുറിച്ച് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. റിസ്ക് ആൻഡ് റിട്ടേണിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബ്ലോക്ക് 1 ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ വരുന്നത്. ബ്ലോക്ക് 2ലേക്ക് നോക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, അതായത് നമ്മൾ ഏതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഏതിലാണ് കൂടുതൽ റിട്ടേൺ അവൈലബിൾ ആവുക എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് യൂണിറ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ ടെക്നിക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് 2 യൂണിറ്റ്സുകളിലൂടെയാണ്, യൂണിറ്റ് 6 ആൻഡ് യൂണിറ്റ് 7. അതുപോലെ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 2 നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ബ്ലോക്ക് 3 നോക്കുന്ന സമയത്ത് ഫിനാൻസിങ് ഡിസിഷൻസ് ആണ്, നമ്മൾ എടുക്കുന്ന ഫിനാൻഷ്യൽ ഡിസിഷൻസിനെ കുറിച്ച് ആണ് ആ ഒരു ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അതിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ സെക്യൂരിറ്റീസിന്റെ വാല്യൂഷനെ കുറിച്ച്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ഡിസിഷൻസ്, അതുപോലെ തന്നെ ലിവറേജ്, പലതരത്തിലുള്ള ലിവറേജ് റേഷ്യോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന യൂണിറ്റുകളാണ് നമ്മുടെ ബ്ലോക്ക് 3 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ബ്ലോക്ക് 4ലേക്ക് നോക്കുന്ന സമയത്ത് ഡിവിഡൻഡ് റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസിഷൻസ് ആണ് നമ്മുടെ ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. അതിൽ എന്താണ് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് തിയറീസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഡിവിഡൻഡ് പോളിസി ഡിസിഷൻസ്, അതായത് ഡിവിഡൻഡ് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസിഷൻസ് എടുക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ക്ലിയർ വ്യൂ തരുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 4 ഡിവിഡൻഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ബ്ലോക്ക് 5ലേക്ക് നോക്കുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ് ആണ് നമ്മുടെ ബ്ലോക്ക് 5. ഇതിൽ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, അതിനെ കുറിച്ച് ഒരു ഐഡിയ തരുന്നു. അതായത് നമ്മുടെ എന്താണ് ഡേ ടു ഡേ ആയിട്ടുള്ള എക്സ്പെൻസസും ഇൻകം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആ ഒരു രീതികളൊക്കെ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് റിലേറ്റ് ചെയ്ത് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ക്യാഷ് മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. റിസീവബിൾസ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഇൻവെന്ററി മാനേജ്മെന്റ്, അതായത് ഒരു കമ്പനി റിലേറ്റ് ചെയ്ത് വരുന്ന പല കാര്യങ്ങളും എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ബ്ലോക്ക് 5 നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഇത്രയാണ് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ വരുന്നത്. നെക്സ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് BCOE 144 ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ്. ഇതിൽ നമുക്കറിയാം നമ്മളൊരു നമ്മളൊരു ഓഫീസ് എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ നമ്മളൊരു വർക്കിംഗ് പ്ലേസിലേക്ക് നോക്കുന്ന സമയത്ത് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ ടു ഓഫീസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഓഫീസ് തന്നെയാണ്. എബൌട്ട് ദ ഓഫീസ്, അതുപോലെ തന്നെ ഓഫീസ് സ്പേസ് ആൻഡ് വെർച്വൽ സ്പേസ്, അതുപോലെ തന്നെ ഓഫീസ് എത്തിക്സ്, അതുപോലെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബ്ലോക്ക് 1 നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ബ്ലോക്ക് 2 നോക്കുന്ന സമയത്ത് ഓഫീസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ് നമ്മൾ ബ്ലോക്ക് 2 നോക്കുന്നത്. എങ്ങനെ ഒരു ഓഫീസ് ഓർഗനൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു ഓഫീസ് മാനേജ്മെന്റ് എങ്ങനെയായിരിക്കും, അതിൽ വരുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓഫീസ് മാനേജർ അല്ലെങ്കിൽ അതിന്റെ ഹെഡ് ആയിട്ട് വരുന്ന വ്യക്തിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ബ്ലോക്ക് 2 പഠിക്കാനായിട്ട് വരുന്നത്. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ഫില്ലിംഗ്, ഇൻഡെക്സിംഗ് ആൻഡ് പബ്ലിഷിംഗ് ആണ്. അതായത് ഫില്ലിംഗ് ഓഫ് ഡോക്യുമെന്റ്സ്, ആ ഒരു ഓർഗനൈസേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ഡോക്യുമെന്റ്സിന്റെ ഫില്ലിംഗ് എങ്ങനെയാണ്, അതിന്റെ ഇൻഡെക്സിംഗ് എങ്ങനെയാണ്, പബ്ലിഷിംഗ് എങ്ങനെയാണ് തുടങ്ങിയ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അത് ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന യൂണിറ്റ്സ് ആണ് നമ്മുടെ ബ്ലോക്ക് 3 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് മെയിലിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഫോംസ് യൂസ്ഡ് ഇൻ ഓഫീസ്, അതായത് ഓഫീസിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട മെയിൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഓഫീസ് ഫോംസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഓഫീസ് സ്റ്റേഷനറി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, മെയിലിംഗ് പ്രൊസീജിയേഴ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ആണ് നമുക്ക് ബ്ലോക്ക് 4 പഠിക്കാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 5 നോക്കുകയാണെങ്കിൽ മോഡേൺ ഓഫീസ് എക്യുപ്മെന്റ്സ് ആൻഡ് സിസ്റ്റംസ്. നമുക്കറിയാം നമ്മളിപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് മോഡേൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അപ്ലിക്കബിൾ ആവുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ആണ് നമ്മുടെ ബ്ലോക്ക് 5 നമുക്ക് അവൈലബിൾ ആവുന്നത്. മോഡേൺ ഓഫീസ് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ സിസ്റ്റം എങ്ങനെയാണ്, മോഡേൺ ഓഫീസ് സിസ്റ്റം എങ്ങനെയായിരിക്കും, ബാങ്കിങ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ മോഡ്സ് ഓഫ് പേയ്മെന്റ്സ്, ഇപ്പം ഓൺലൈൻ പേയ്മെന്റ്സ് കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ബ്ലോക്ക് 5 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 6 ബഡ്ജറ്റ്, ഓഡിറ്റ് ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ്, അതായത് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ഫിനാൻഷ്യലി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന ഒരു ബ്ലോക്ക് 6 നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ബഡ്ജറ്റ്, അത് എന്താണ് ബഡ്ജറ്റ് നമ്മൾ ഓൾറെഡി ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പഠിക്കുന്നുണ്ട് എങ്കിലും അതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് അവൈലബിൾ ആവുക. ബഡ്ജറ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, ഓഡിറ്റ് പ്രോസസ്സിംഗ് എങ്ങനെയായിരിക്കും, സെക്രട്ടേറിയൽ വർക്കിന്റെ നേച്ചറും സ്കോപ്പും എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻസ് എത്രത്തോളം ഒരു ഓർഗനൈസേഷനിലുണ്ട്, അതിന്റെ പ്രിൻസിപ്പിൾസ്, അതായത് മീറ്റിംഗ്സിൽ വരുന്ന ജനറൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, എങ്ങനെ നമ്മളൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമുക്ക് ബ്ലോക്ക് 6 പഠിക്കാനായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്ന കോഴ്സിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. നെക്സ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് BCOS 185 എന്റർപ്രണർഷിപ്പ്.
ആണ്. അതിൽ ബ്ലോക്ക് 1 എന്റർപ്രണർഷിപ്പ് ആൻഡ് പേഴ്സ്പെക്റ്റീവ് ആണ്. അതായത് നമുക്ക് 4 യൂണിറ്റ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എന്റർപ്രണർഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് യൂണിറ്റും എന്റർപ്രണറിയൽ എക്കോസിസ്റ്റം എങ്ങനെയാണെന്നുള്ളതും അതിന്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കോമ്പിറ്റൻസീസ്, ഒരു എന്റർപ്രണറുടെ കോമ്പറ്റൻസീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി തരുന്ന ബ്ലോക്കാണ് ഫസ്റ്റ് ബ്ലോക്ക് ഓഫ് എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബിസിനസ് ഐഡിയ സെലക്ഷൻ ആൻഡ് ഫീസിബിലിറ്റി ആണ്. ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു നമ്മളെ തിരിച്ചറിയുകയും അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആവുന്ന ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്ത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ മാർക്കറ്റ് റിസർച്ച്, ബിസിനസ് പ്ലാൻ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, ബിസിനസ് പ്ലാൻ ഫീസിബിലിറ്റി അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ ഇംപ്ലിമെന്റേഷൻ, അതായത് ആ ഒരു സ്റ്റാർട്ടിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ആണ് നമുക്ക് ബ്ലോക്ക് 2 പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, ബ്ലോക്ക് 3 നോക്കുവാണെങ്കിൽ മൊബിലൈസിങ് റിസോഴ്സസ് ആൻഡ് സ്റ്റാർട്ടപ്പ്. അതായത് നമുക്ക് എന്താണ് റിസോഴ്സസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസോഴ്സസ് എങ്ങനെ മൊബിലൈസ് ചെയ്യുന്നു, നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് ലൈക്ക് ഹ്യൂമൻ റിസോഴ്സസ്, അത്തരത്തിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മൾ മൊബിലൈസ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ ബ്ലോക്ക് 3 നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ബ്ലോക്ക് 4 എന്റർപ്രണർഷിപ്പ് ആൻഡ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, MSMEs. അതായത് ഓൾറെഡി നിങ്ങൾ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റിലൊക്കെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പഠിച്ചതായിരിക്കും അല്ലെ. അപ്പൊ പലതരത്തിലുള്ള നമ്മുടെ എന്റർപ്രണർഷിപ്പിനെ കുറിച്ച്, സ്മോൾ ലാർജ് അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനായിട്ട് വരുന്നത്. എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്സ് ആൻഡ് MSMEs, അതുപോലെ തന്നെ ഫാമിലി ബിസിനസ് ഇൻ ഇന്ത്യ, നമ്മൾ ജോയിന്റ് ഫാമിലി റിലേറ്റ് ചെയ്ത് വരുന്ന ബിസിനസ് കണ്ടിന്യൂ ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിൽ കഴിഞ്ഞ സെമിസ്റ്ററുകളിലായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ അഗെയിൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ സക്സസ് സ്റ്റോറീസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബ്ലോക്ക് 4 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് BCOS 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്. അതിലെ ഫസ്റ്റ് ബ്ലോക്ക് നോക്കുവാണെങ്കിൽ ഏതാണ്? പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ആണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൽ പേഴ്സണൽ സെല്ലിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ തരുന്ന ഫസ്റ്റ് യൂണിറ്റ്, അതുപോലെ തന്നെ സെയിൽസ്മാൻഷിപ്പ് എന്താണെന്നുള്ളതും സെയിൽസ് മാനേജ്മെന്റ് എങ്ങനെയായിരിക്കും, സെയിൽസ് ഫോഴ്സ് മാനേജ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് ബ്ലോക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 2 നോക്കുന്ന സമയത്ത് ബൈയിങ് മോട്ടീവ്സ് ആൻഡ് സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ ആണ് ബ്ലോക്ക് 2. ഇതിൽ ബൈയിങ് മോട്ടീവ്സ് എന്താണ്, ബൈയിങ് ബിഹേവിയർ എങ്ങനെയായിരിക്കും, സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് 2 പഠിക്കാനായിട്ട് വരുന്നത്. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രോസസ് ആണ്. അതിൽ എങ്ങനെയാണ് സെല്ലിംഗ് പ്രോസസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് പ്രസന്റേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സെയിൽ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെല്ലിംഗ് പ്രോസസ് എന്ന ബ്ലോക്ക് 3 നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ബ്ലോക്ക് 4 നോക്കുന്ന സമയത്ത് സെയിൽസ് റിപ്പോർട്ട് അല്ലെങ്കിൽ എത്തിക്സ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. അതിൽ റിപ്പോർട്ട്സിനെ കുറിച്ചും ഡോക്യുമെന്റ്സ് ഇൻ സെയിൽസ്, അതുപോലെ തന്നെ എത്തിക്സ് ഇൻ സെല്ലിംഗിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന എത്തിക്സിനെ കുറിച്ചും, സ്കിൽസ് ഫോർ സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഫോർ എ സെയിൽസ്മാൻ എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ പേഴ്സണൽ സെല്ലിംഗ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് ബ്ലോക്ക് 4 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് BCOG 171 പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്. ഇതിലെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമിക് സിസ്റ്റംസ് ആൻഡ് ബേസിക് കൺസെപ്റ്റ്സ് ആണ്. ഇതിൽ 2 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമിക് സിസ്റ്റംസും അതുപോലെ തന്നെ ബേസിക് കൺസെപ്റ്റ്സ് ആൻഡ് ഫ്രെയിംവർക്കിനെ കുറിച്ചാണ് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ബ്ലോക്ക് 2 നോക്കുന്ന സമയത്ത് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് തിയറി ആണ് ഈ ഒരു ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. ഇതിൽ കൺസ്യൂമർ ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് സപ്ലൈ ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, ആപ്ലിക്കേഷൻസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി, അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് തുടങ്ങിയ കാര്യങ്ങൾ, അതായത് പക്ക എക്കണോമിക്സ് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ നോക്കാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബ്ലോക്ക് 3 നോക്കുന്ന സമയത്ത് തിയറി ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതായത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 2 പാർട്ടുകളായിട്ട് നമുക്ക് 2 യൂണിറ്റുകളായിട്ട് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ തിയറി ഓഫ് കോസ്റ്റ് ആൻഡ് കോസ്റ്റ് കർവ്സും നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ബ്ലോക്ക് 4 നോക്കുന്ന സമയത്ത് തിയറി ഓഫ് പ്രൈസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അതിൽ ഇക്വിലിബ്രിയം കൺസെപ്റ്റ് ആൻഡ് കണ്ടീഷൻസിനെ കുറിച്ചും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പറ്റീഷനെ കുറിച്ച് നമ്മൾ എക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. മുന്നത്തെ പ്ലസ് ടുവിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളി, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി, അങ്ങനെ പലതരത്തിലുള്ള സ്ട്രക്ചർ ഓഫ് കോമ്പറ്റീഷൻസിനെ കുറിച്ചാണ് നമ്മുടെ ബ്ലോക്ക് 4 ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 5 നോക്കുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആണ്. അതായത്
നമ്മുടെ ഇൻകം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് പല യൂണിറ്റ്സുകളായിട്ട് ബ്ലോക്ക് 5 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫാക്ടർ മാർക്കറ്റ്, അതുപോലെ തന്നെ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. അതിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം വേജസ് ആൻഡ് ഇൻട്രസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ റെന്റ് ആൻഡ് പ്രോഫിറ്റ് ആയിട്ടും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 5 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് 5 പഠിക്കാനായിട്ട് വരുന്നത്. നെക്സ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് BCOG 172 ഇന്ത്യൻ എക്കോണമി ആണ്. അതിലെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ് കൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ് ആണ്. അതിൽ എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിയുടെ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ എമേർജിംഗ് എക്കോണമി എന്തായിരിക്കും എന്നുള്ള, അല്ലെങ്കിൽ എമേർജിംഗ് എക്കോണമി എന്നുള്ള രീതിയിൽ ഇന്ത്യൻ എക്കോണമിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഗ്രോത്ത്, അതുപോലെ തന്നെ പ്രീ ആൻഡ് പോസ്റ്റ് റിഫോംസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. സെക്കൻഡ് ബ്ലോക്ക് നോക്കുന്ന സമയത്ത് ഡിറ്റർമിനൻസ് ഓഫ് ഗ്രോത്ത് ആണ്. അതായത് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, ഹ്യൂമൻ റിസോഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഒരു എക്കോണമി റിലേറ്റ് ചെയ്ത് വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറുകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 2 കവർ ചെയ്യുന്നത്. ബ്ലോക്ക് 3 നോക്കുന്ന സമയത്ത് ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ എക്കോണമിയാണ്. അതായത് ഇന്ത്യൻ എക്കോണമി ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ബ്ലോക്ക് 3 വരുന്നത്. പോവർട്ടി ആൻഡ് ഇൻഇക്വാലിറ്റി, അൺഎംപ്ലോയ്മെന്റ്, ഇൻഇക്വാലിറ്റീസ് ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ബാലൻസ് റീജിയണൽ ഗ്രോത്ത്. ഇതെല്ലാം നമ്മൾ ഡിഫറെന്റ് യൂണിറ്റ്സുകളായിട്ട് നമുക്ക് ബ്ലോക്ക് 3 പഠിക്കാനായിട്ട് വരുന്നു. നെക്സ്റ്റ് ബ്ലോക്ക് 4 നോക്കുന്ന സമയത്ത് സെക്ടറൽ ഡെവലപ്മെന്റ്, അതായത് അഗ്രികൾച്ചറൽ സെക്ടർ ഇൻ ഇന്ത്യ. പല സെക്ടേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഓരോ സെക്ടറിലെയും കാര്യങ്ങൾ നമ്മൾ ഓരോ ബ്ലോക്സ് ആയിട്ട് നമ്മൾ പഠിച്ചു പോവാണ്. അതിൽ ബ്ലോക്ക് 4 എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സെക്ടർ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു എക്കോണമിയിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിയിൽ. അതുപോലെ തന്നെ പ്രോബ്ലം ഓഫ് പ്രൊഡക്ടിവിറ്റി എന്താണ്, ഗ്രോത്ത് പാറ്റേൺ ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ. ഇത്രയാണ് നമ്മൾ ബ്ലോക്ക് 4 പഠിക്കാനായിട്ട് വരുന്നത്. ബ്ലോക്ക് 5 എന്ന് പറയുന്നത് സെക്ടറൽ ഡെവലപ്മെന്റ് ഏതാണ്, ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസസ് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതിൽ ഇൻഡസ്ട്രിയൽ പോളിസി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് കഴിഞ്ഞ എന്താണ് നമ്മൾ നോക്കിയിരുന്നു അല്ലെ. അതിൽ ആ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എഗെയിൻ നമുക്ക് ഇതിലും നോക്കാനായിട്ട് വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ സർവീസ് റിലേറ്റ് ചെയ്ത് വരുന്ന, അതായത് ICT ആൻഡ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഇനി ബ്ലോക്ക് 6 എക്സ്റ്റേണൽ സെക്ടർ ഓഫ് ഇന്ത്യൻ എക്കോണമിയാണ്. അതായത് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫോറിൻ ട്രേഡ്, അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഫോറിൻ ട്രേഡ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ BOP അഥവാ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ WTO റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെയാണ് പല യൂണിറ്റുകളായിട്ട് നമുക്ക് ബ്ലോക്ക് 6 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 7 നോക്കുവാണെങ്കിൽ ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി. എന്താണ് മോണിറ്ററി പോളിസി, എന്താണ് ഫിസിക്കൽ പോളിസി, ഫിസിക്കൽ ഫെഡറലൈസേഷൻ ഇൻ ഇന്ത്യ. ഇത്രയും ടോപ്പിക്സുകളാണ് നമുക്ക് ബ്ലോക്ക് 7 നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ, ഇന്ത്യൻ എക്കോണമി എന്ന സബ്ജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു സബ്ജക്ട് വൈസ്, അല്ലെങ്കിൽ നമ്മുടെ ഈ 3rd ഇയറിൽ 2 സെമസ്റ്ററുകളിലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഓൾവേസ് നമുക്ക് കഴിഞ്ഞ ഇയറുകളിലൊക്കെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അസൈൻമെന്റ്സ്, ഓരോ സബ്ജക്ട്സിനും അതിൻ്റെതായിട്ടുള്ള അസൈൻമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിനായിട്ട് നമ്മുടെ അർച്ചന മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം അർച്ചന മാം. ഓക്കെ. അപ്പം ദുർഗ മാം ഇപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസ് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രോഗ്രാം കംപ്ലീഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾക്ക് അസൈൻമെന്റ് ആണ് വരുന്നത് അല്ലെ. അപ്പം നമ്മുടെ കോഴ്സ് റിലേറ്റ് ചെയ്ത് നമുക്ക് ഓരോ സെമസ്റ്ററിലും, അല്ലെങ്കിൽ നമുക്ക് ഇയർലി ആണ് എക്സാം വരുന്നതെങ്കിലും സെമസ്റ്റർ ബേസിലാണ് നമ്മൾ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം നമുക്ക് എത്ര കോഴ്സ് ഉണ്ടോ ആ ഓരോ കോഴ്സിനും നമ്മൾ അസൈൻമെന്റ്സ് എഴുതി നമ്മുടെ സ്റ്റഡി സെന്ററിൽ ആ ഒരു ഡ്യൂ ഡേറ്റിന് മുന്നേ ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പം ജൂൺ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സിന് ഓൾമോസ്റ്റ് ആ ഒരു അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് വരുന്നത് ഒന്നുകിൽ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ ആ ഒരു ടൈമിലേക്കായിരിക്കും. അപ്പം അത് നോട്ട് ചെയ്യണം. പിന്നെ നമുക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരിക എന്ന് ചോദിച്ചാൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുപോലെ ഷോർട്ട് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാകും. പിന്നെ അസൈൻമെന്റ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുള്ള ലേണേഴ്സ് ആയതുകൊണ്ട് തന്നെ അറിയാം നമുക്ക് ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് അസൈൻമെന്റ്സ് എഴുതേണ്ടത്. ഓക്കെ. അപ്പം അസൈൻമെന്റ്സ് എഴുതി
നമ്മുടെ സ്റ്റഡി സെന്റർ ഏതാണോ അവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം അസൈൻമെന്റ് എഴുതുമ്പം അതിന്റെ ആ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്ത് ആ രീതിയിൽ തന്നെ എഴുതുക. അതോടൊപ്പം നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മളുടെ കയ്യിൽ കരുതുക. ഓക്കെ, അത് നമ്മുടെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ ആ ഒരു അസൈൻമെന്റിന്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ കരുതുക. വൺസ് നമ്മൾ നമ്മുടെ അസൈൻമെന്റ് ഒക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം ഡ്യൂ ഡേറ്റിന് മുന്നേ ആയിട്ട് നമ്മുടെ സ്റ്റഡി സെന്ററിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യും. അപ്പം ആ സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അതിന്റെ ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് നമ്മൾ വാങ്ങി കയ്യിൽ കരുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ വൺസ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു 1 മന്തിന് ശേഷം നമുക്കത് കറക്റ്റഡ് ആയിട്ട് വിത്ത് കമന്റ്സ് നമുക്കത് റിട്ടേൺ ആയിട്ട് കിട്ടും. ആ ഒരു അസൈൻമെന്റ് നമ്മൾ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നത് അസൈൻമെന്റിന്റെ പാസ് മാർക്കിനെ പറ്റി നോക്കുമ്പോൾ നമുക്ക് 35% മാർക്കാണ് അസൈൻമെന്റ് പാസ് ആവാൻ വേണ്ടിയിട്ട് ഒരു കാൻഡിഡേറ്റ് സ്കോർ ചെയ്യേണ്ടത്. 35% ആണ്. അപ്പൊ നമുക്ക് അസൈൻമെന്റ്സ് ഏറ്റവും നീറ്റായിട്ടും ഏറ്റവും കൃത്യമായിട്ടും മാക്സിമം സ്കോർ കിട്ടുന്ന തരത്തില് നല്ല രീതിയിൽ തന്നെ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ചില ലേണേഴ്സിന് ചില സിറ്റുവേഷനിൽ ഒരു പർട്ടിക്കുലർ അസൈൻമെന്റിന് ഇപ്പൊ ഫെയിൽ ആയി പോയി എന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നെക്സ്റ്റ് സൈക്കിളിൽ ഫ്രഷ് അസൈൻമെന്റ് സിലബസ് നമുക്ക് അവൈലബിൾ ആകുന്നത് അത് നമ്മൾ എഴുതി കറക്റ്റ് ആയിട്ട് എഴുതി നമ്മൾ റീസബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വിത്തിൻ ഡ്യൂ ഡേറ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ടേം ആൻഡ് എക്സാം ആണ്. ഓക്കെ, അപ്പം ഇയർലി കോഴ്സ് ഒരു 1 ഇയർ നമ്മൾ സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ അസൈൻമെന്റ്സും സബ്മിറ്റ് ചെയ്തു. ആ ഒരു ടൈമിൽ നമ്മൾ എന്തിന് എലിജിബിൾ ആകും? നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എലിജിബിൾ ആകും. ഓക്കെ, അപ്പം ടേം ആൻഡ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോർട്ടൽ ഓപ്പൺ ആവുന്നത് ഓൾമോസ്റ്റ് നമ്മളുടെ ഒരു മാർച്ച് 31 ജൂൺ സെഷന് വേണ്ടിയിട്ട് മാർച്ച് 31 ആ ഒരു ടൈമിലേക്കും ഡിസംബർ സെഷനിൽ ഓൾമോസ്റ്റ് ഒരു സെപ്റ്റംബർ 30 ആ ഒരു ടൈമിലേക്കായിരിക്കും പോർട്ടൽ ഓപ്പൺ ആവുക. ഓക്കെ, ദെൻ നമ്മളുടെ ടേം ആൻഡ് എക്സാമിന് നമുക്ക് പാസ് മാർക്ക് എന്ന് പറയുന്നത് 35% ആണ് പാസ് മാർക്ക്. ഓക്കെ, അപ്പം ഒരു ലേണർ ഒരു പർട്ടിക്കുലർ സൈക്കിളിൽ ആ ഒരു എക്സാം ക്ലിയർ ആകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സൈക്കിളിൽ വീണ്ടും രജിസ്റ്റർ ചെയ്തിട്ട് ആ ഒരു എക്സാം എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത് നമുക്കറിയാം. നമ്മുടെ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് നമ്മൾ എഴുതി സബ്മിറ്റ് ചെയ്ത് അതിന് പാസ്സായതിനു ശേഷം നമ്മൾക്ക് അതിനൊരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ മാർക്കിന്റെ 30% വെയിറ്റേജും അതുപോലെ നമ്മുടെ ടേം ആൻഡ് എക്സാമിന് നമ്മൾ എഴുതി കിട്ടിയ മാർക്കിന്റെ 70% വെയിറ്റേജ് ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫൈനൽ സ്കോർ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ലേൺവൈസിൽ ലേണേഴ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി നമുക്കറിയാം നമ്മുടെ സിലബസ് എൻറ്റയർ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് സെഷൻസ് അതുപോലെ തന്നെ ലൈവ് വീഡിയോ ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നമുക്ക് വാല്യൂ ആഡഡ് നോട്ട്സ് അവൈലബിൾ ആണ്. ഇപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്കിൽ കണ്ടന്റ് വളരെ വാസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ലേണേഴ്സിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാല്യൂ ആഡഡ് നോട്ട്സ് ആപ്പിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അത് റെഫർ ചെയ്ത് പഠിക്കാം. അതോടൊപ്പം നമുക്ക് എക്സാം PDF അതുപോലെ എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്ക് അവൈലബിൾ ആണ്. അപ്പം എക്സാം PDAയിൽ നമുക്ക് ഇതുവരെ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസേഴ്സ് നമുക്ക് ആപ്പിലെ എക്സാം PDF എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിൽ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് അസൈൻമെന്റ് ഗൈഡ് ബുക്ക്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഓരോ കോഴ്സിനും നമുക്ക് അസൈൻമെന്റ് ഉണ്ട്. അപ്പം ആ അസൈൻമെന്റിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പം ഈ ഓരോ റിസോഴ്സുകളും നമ്മൾ ആ ഒരു പഠിത്തത്തിന് വേണ്ടിയിട്ട് ആ ഒരു നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വരുന്നത് മോർ ടൂൾസ് ആൻഡ് സപ്പോർട്ട് ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൂൾസും സപ്പോർട്ടും ആണ് നോക്കുന്നത്. നമുക്കറിയാം ഇതിനു മുന്നേ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻസ് ലേൺവൈസിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ എക്സാമിനോട് അടുക്കുന്ന ടൈമിൽ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് നടത്താറുണ്ട്. അപ്പം ആ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. പിന്നെ നമുക്ക് വരുന്നത് ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്.
ലേൺ വൈസിൽ. അപ്പം നമ്മൾ എക്സാമിന് പോകുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു എക്സാമിന് എങ്ങനെ ഫേസ് ചെയ്യാം, ഏതൊരു മോഡലിലായിരിക്കും എക്സാം വരിക, ആ ഒരു നമ്മളുടെ ഇഗ്നോ നടത്തുന്നത് പോലെ തന്നെ അതേ ഒരു പാറ്റേണിൽ ലേൺ വൈസിൽ മോഡൽ എക്സാംസ് നടത്തുന്നുണ്ടാവും. പിന്നെ നമുക്ക് വരുന്ന ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക് ആണ്. അപ്പം യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എക്സാം രജിസ്ട്രേഷൻ വരുന്ന ടൈമിൽ ചില ലേണേഴ്സ് ഒക്കെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു ടൈമിൽ നമുക്കിവിടെ എക്സാം ഹെൽപ്പ് ഡെസ്ക് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, EEP പ്രോഗ്രാം ആണ്. അപ്പം നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ ഗ്രാമർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ആഡ് ഓൺ കോഴ്സാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് കോ കരിക്കുലർ ഈവൻസ് ആണ്. ഓണം, അതുപോലെ തന്നെ ക്രിസ്മസ്, വുമൻസ് ഡേ, ടീച്ചേഴ്സ് ഡേ, ഇതുപോലുള്ള നമ്മളുടെ ഈവൻസ് ഒക്കെ നമ്മൾ ലേൺ വൈസിൽ വെർച്വലി കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം ആ സെഷൻസുകൾ അറ്റൻഡ് ചെയ്യാം. പിന്നെ നമുക്ക് അത് കൂടാതെ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് ലേൺ വൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. അപ്പം ഓരോ റിസോഴ്സുകളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും നമ്മുടെ അക്കാഡമിക്കലി അതുപോലെ പേഴ്സണൽ ഗ്രോത്തിന് ഈ ഓരോ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുക.